ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കാലിലെ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. 40% സാധ്യതയുണ്ട്. ഞാൻ ഡോക്ടർ വിശാഖ് വർമ്മ. എൻ്റെ ക്ലിനിക്ക് മാരുതി വൂണ്ട് ക്ലിനിക്കാണ്. നമ്മുടെ ഉദ്ദേശം ഡയബറ്റിക് ആൾക്കാരുടെ കാലിലെ മുറിവുകൾ ഉണക്കിയെടുക്കാനും ആംപ്യൂട്ടേഷൻ്റെ അവസ്ഥ എത്തിക്കാതിരിക്കാനുമാണ്. കാലുകളെ ആംപ്യൂട്ടേഷൻ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ പേഷ്യൻറ്റും ഡോക്ടറും കുറേ കഷ്ടപ്പെട്ട് സമയമെടുത്ത് കുറേ ആൻറ്റിബയോട്ടിക്കും ഒരു ഡ്രസ്സിങ്സും ചെയ്ത് ഒരു മുറിവ്, ഡയബറ്റിക് കാലിൻ്റെ മുറിവ് ഉണക്കിയെടുത്തു. അത് തിരിച്ചു വരാനുള്ള സാധ്യത 1 വർഷം കഴിയുമ്പോഴത്തേക്ക് 40%. അത് കാരണം എന്താണ്? അത് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ റിക്കറൻസ് ഓഫ് ഡയബറ്റിക് ഫുട്ട് അൾസറിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഇതിൻ്റെ അണ്ടർലൈൻ കോസ് നമ്മൾ മാറ്റിയിട്ടില്ല. ഡയബറ്റീസാണ് ഇതിൻ്റെ അണ്ടർലൈൻ കോസ്. അത് നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയബറ്റീസ് മൂലം ഉണ്ടാവുന്ന നെർവ് ഡാമേജ്, നാഡികളുടെ ഡാമേജ്, അത് പെരിഫറൽ ന്യൂറോപ്പതി കാരണം സ്പർശന ശക്തി നഷ്ടപ്പെടുന്നു. ഈ ന്യൂറോപ്പതി കാരണം പിന്നെയും തഴമ്പുകളുണ്ടാവുന്നു, വ്രണങ്ങളുണ്ടാവാം. ആ അവസ്ഥ നമുക്ക് മാറ്റാവുന്നതല്ല. രണ്ടാമത് ഡയബറ്റിക് വാസ്കുലോപ്പതി അഥവാ രക്തോട്ടം, കാലിലെ രക്തക്കുഴലിലെ ഡാമേജ്, ഡയബറ്റീസ് മൂലം രക്തോട്ടം കുറയുക, രക്തക്കുഴലിലുള്ള ഡാമേജ് ഉണ്ടാവുക. അതും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രക്തോട്ടം ഈ സമയത്തും കുറവ് തന്നെയായിരിക്കും. ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞാൽ പിന്നെയും രക്തോട്ടം ബ്ലോക്ക് ആവാൻ, രക്തക്കുഴലിൽ ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത് പ്രതിരോധ ശക്തി. ഡയബറ്റിക് ആൾക്കാരുടെ പ്രതിരോധ ശക്തി ഡയബറ്റീസ് മൂലം വളരെ കുറവാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ന്യൂറോപ്പതി, വാസ്കുലോപ്പതിയും ഇമ്മ്യൂണോപ്പതിയും, ഇത് 3ഉം ഡയബറ്റീസ് ഉള്ളിടത്തോളം കാലം ഈ 3 പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള മരുന്നുകൾ ഇല്ല. ഈ ഡാമേജ് ഉണ്ടാവാതിരിക്കാനേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുറിവുകൾ പിന്നെയും വരാതിരിക്കാൻ? ജാഗ്രതയും ശ്രദ്ധയും പാലിച്ചാൽ നമുക്ക് ഈ മുറിവുകൾ വരാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ട കാര്യം, ഡെയിലി എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന മുമ്പേ നമ്മുടെ കാലുകൾ ഒന്നെങ്കിൽ നമ്മൾ തന്നെ എക്സാമിൻ ചെയ്യുക, നോക്കുക അതിനകത്ത് തഴമ്പുകളുണ്ടോ, മുറിവുകളുണ്ടോ, നീരുണ്ടോ, എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഡേഞ്ചറായിട്ട് തോന്നിയാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാൻ വയ്യെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ടത് നോക്കിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു കണ്ണാടി ഉപയോഗിച്ച് പോലും നമ്മുടെ കാൽപ്പത്തി നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി സെൽഫ് എക്സാമിനേഷൻ ഓഫ് ദ ഫുട്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മുറിവ് ഉണ്ടാവാനുള്ള തുടക്കം തന്നെ നമുക്ക് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് മുറിവാവുന്ന മുമ്പ് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ മെഷേഴ്സ് എടുത്തിട്ട് നമുക്ക് മുറിവ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. രണ്ടാമത് പ്രോപ്പർ ഫുട്വെയർ. ഈ ആംപ്യൂട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേക ചെരുപ്പാണ്, കസ്റ്റമൈസ്ഡ് ഫുട്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കസ്റ്റമൈസ്ഡ് ഫുട്വെയർ മോൾഡ് ചെയ്ത് ഉണ്ടാക്കുന്ന, കാലിൻ്റെ ഷേപ്പ് അനുസരിച്ച് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മിക്ക സമയവും നമ്മൾ മുറിവ് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ചെരുപ്പല്ലാതെ വേറെ ഏത് ചെരുപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും മുറിവുകൾ, ഈ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്ന കപ്പാസിറ്റിയുള്ള ചെരുപ്പുകളായിരിക്കില്ല. അപ്പോൾ ഈ ചെരുപ്പുകൾ ഉപയോഗിക്കാതെ വേറെ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും ആ കാലിലെ വേറെ ഭാഗങ്ങളിൽ പ്രഷർ കൂടും, അവിടെ മുറിവുകളുണ്ടാവും. ഈ ചെരുപ്പുകൾ വാങ്ങിച്ചാൽ മാത്രം പോരാ,
അത് കാല് താഴെ കുത്തുമ്പോൾ, നടക്കുമ്പോൾ, നിൽക്കുമ്പോഴും എപ്പോഴും ഉണ്ടാവണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. വീട്ടിനകത്തും പുറത്തും നമ്മൾ ഈ തന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ കാലുകളിൽ അനുസരിച്ച് ഉണ്ടാക്കിയ ചെരുപ്പുകളെ നിങ്ങൾ വീട്ടിനകത്തും പുറത്തിടാവൂ. പല പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നത്, സാർ ഞങ്ങൾ ചെരുപ്പിടാറുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത് വീട്ടിനകത്ത് അവരിടാറില്ല, വീടിന് പുറത്ത് പോകുമ്പോൾ മാത്രമേ ചെരുപ്പിടാറുള്ളൂ. ഇങ്ങനെ പാടില്ല. വീട്ടിനകത്തും പുറത്തും ആ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചെരുപ്പുകൾ തന്നെ ഇടാവൂ. പിന്നെ ഈ ചെരുപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഡെലിക്കേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഈ ചെരുപ്പുകളാണ് ഡാമേജ്, കാലിൽ വരേണ്ട ഡാമേജ് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ചെരുപ്പ് നമ്മൾ സർവീസ് ചെയ്യാൻ സമയത്തിന് കൊടുക്കണം. ഒരു കസ്റ്റമൈസ്ഡ് ചെരുപ്പ് മാക്സിമം നമുക്ക് 6 months to 1 year എങ്കിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ആ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് വളരെ ഡെലിക്കേറ്റാണ്. കാലിൽ മുറിവ് വരാത്തയും കാലിൽ ഹാർഡ് സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കാലിൽ പ്രഷർ കൂടാം, മുറിവുണ്ടാവാം, തഴമ്പുണ്ടാവാം. അത് വരാതിരിക്കാൻ വളരെ ഡെലിക്കേറ്റ് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവും. ഡാമേജ് ആയി ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും പിന്നെയും ഈ മുറിവുകൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലിൻ്റെ കൂടെ ചെരുപ്പും എല്ലാ ദിവസവും നിങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യുക. പിന്നെ പ്രഷർ ഓഫ് ലോഡിങ്ങും അത് നാലാമത്തെ കാര്യം. ചില പേര് ഈ നമ്മളെ ശരിക്കായ ഇപ്പോൾ ഒരു ചെരുപ്പുകൾ ഉപയോഗിച്ച് ഫെൽറ്റ് പാഡ് ഉപയോഗിച്ച് നമ്മൾ നടക്കുക. മുറിവുകൾ വരാതിരിക്കാൻ ചില സമയത്ത് നമ്മൾ ഈ എല്ല് തള്ളി നിൽക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഫെൽറ്റ് പാഡ് അല്ലെങ്കിൽ ഓഫ് ലോഡിങ് ഫുട്വെയർ നമ്മൾ കൊടുക്കും. ആ ചെരുപ്പ് തന്നെ എപ്പോഴും ഉപയോഗിക്കുക. ചില ഹീൽ അൾസേഴ്സ്, ഉപ്പൂറ്റിയുടെ അവിടെ ചെറിയ മുറിവുകളുണ്ടായി അത് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് പോസ്റ്റീരിയർ ഓർത്തോ വെച്ചോ അല്ലെങ്കിൽ ആൻറ്റീരിയർ മുമ്പിൽ വിരലിൻ്റെ മുമ്പിലുള്ള ചെരുപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് മോഡിഫൈ ചെയ്യും. മുമ്പിലത്തെ ഭാഗം ഒരു ആൻറ്റീരിയർ ഓർത്തോ വെച്ചോ അല്ലെങ്കിൽ മെറ്റാടാർസൽ ബാറോ ഇങ്ങനെ കുറേ മോഡിഫൈഡ് ചെരുപ്പുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചെരുപ്പ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓഫ് ലോഡിങ് ഫുട്വെയർ എന്ന് പറയും. വേറെ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും ആ പ്രഷർ പോയിൻറ്റിൽ മുറിവുണ്ടാവാം. നമ്മൾ നോക്കേണ്ട കാര്യം, നാലാമത്തെ നോക്കേണ്ട കാര്യം ഷുഗർ എപ്പോഴും കൺട്രോളാക്കി വെക്കുക. HbA1c ഒരു യൂണിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരു 10 times അൺലൈക്ലി ആണെന്നാണ് പറയുന്നത് ഒരു മുറിവുണങ്ങാൻ. അപ്പോൾ എത്ര ശതമാനം നമുക്ക് മുറിവ് ഉണങ്ങാനുള്ള സാധ്യത വളരെയധികം കുറയും ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിൽ. അപ്പോൾ ഷുഗർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടറിനെ കാണുക, റെഗുലർ ചെക്കപ്പ് വേണം, ഫുഡ് ചെക്കപ്പ് വേണം. നമ്മൾ പറയുന്നത് പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് once a year എങ്കിലും വന്ന് കാലുകൾ ഒന്ന് എക്സാമിൻ ചെയ്യണം. പ്രോബ്ലം ഇല്ലാത്തത്, അവർക്ക് പ്രോബ്ലം തോന്നിയില്ലെങ്കിലും once a year വന്ന് കാല് ഒന്ന് ഒരു പീഡിയാട്രീഷ്യനെയോ ഒരു ഡയബറ്റിക് ഫുഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. അവർ ഒന്ന് അവരുടെ പ്രഷർ പോയിൻറ്റ്സ് നോക്കും പീഡോപോഡോഗ്രാം വെച്ചിട്ട് അല്ലെങ്കിൽ ഹാരിസ് മാറ്റ് ഉപയോഗിച്ച്. അവരുടെ സ്പർശശക്തി അല്ലെങ്കിൽ VPT വെച്ച് അവരുടെ സ്പർശശക്തി ഒന്ന് എക്സാമിൻ ചെയ്യും. രക്തഓട്ടം ഉണ്ടോ എന്ന് ഡോപ്ലർ വെച്ച് നോക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും ഒരു വർഷത്തിലൊരു പ്രാവശ്യം എല്ലാ ഡയബറ്റിക് ആൾക്കാരും ചെയ്യണം. ഒരു മുറിവ് വന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് once a month വന്ന് കാണിക്കേണ്ടതാണ്. ആ റെഗുലർ ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല, നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വരുന്ന മുറിവുകൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആദ്യം വന്ന മുറിവിനെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചറസുമാണ്, ഉണക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉദ്ദേശം മുറിവ് ഉണക്കിത്തരാൻ മാത്രമല്ല, പിന്നെയും അത് വരാതിരിക്കാൻ ജീവിതം തിരിച്ച് കിട്ടാനുമാണ്. നമ്മുടെ ഉദ്ദേശം മുറിവ് ഉണക്കിത്തരാൻ മാത്രമല്ല, പിന്നെയും അത് വരാതിരിക്കാൻ
ജീവിതം തിരിച്ച് കിട്ടാനുമാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശം. അപ്പോൾ നിങ്ങളെല്ലാം ഈ കാര്യം ശ്രദ്ധിക്കുക. മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാലും ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. നിങ്ങൾ ബാക്കിയുള്ള ജീവിതവും വളരെയധികം ജാഗ്രത പാലിക്കുക. മുറിവുകൾ വരാതിരിക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ അനുസരിക്കുക, ചെയ്യുക. താങ്ക് യു.